ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇങ്ങനെ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങാറായി, നാളെ മുതൽ നോമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോമ്പിൻ്റെ തലേന്ന് ദിവസം നമുക്കൊന്ന് വ്ളോഗ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ രാവിലെ തന്നെ നാസ്തയുടെ പരിപാടി തുടങ്ങിയെന്ന്. നാസ്ത ഇന്ന് പൂരി ആക്കിയെന്ന്. അപ്പോൾ നമ്മുടെ ഉമ്മയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ നാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ പോകേണ്ട ആൾക്കാരും കടയിൽ പോകേണ്ട ആൾക്കാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാം. ഞാനിത് ഇന്ന് കറക്റ്റ് ഇന്നത്തെ ദിവസത്തെ അതേ വ്ളോഗ് അന്ന് ആദ്യമായിട്ടായിരിക്കും എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ടായില്ല. അല്ലെങ്കിൽ പൊതുവെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം രാവിലെ മക്കളൊക്കെ ഒരു വിധത്തിൽ അയച്ചിട്ടുണ്ട്. അയച്ചതിന് ശേഷം ഏകദേശം അവർ ബുക്കൊക്കെ ഒന്ന് വിളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോഴാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വന്നത്. രാവിലെ വന്നല്ല, ഇത് 2 ദിവസം മുന്നേ വന്നതാണ്. അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ 180 റുപ്പീസിന് 6 വൈറ്റ് പോട്ട് കിട്ടിയതാണ്. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ വലിയ ഒരു ക്വാളിറ്റി ഇല്ല, എന്നാലും ഒപ്പിക്കാം അത്യാവശ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മണി പ്ലാന്റ്, അത് പോട്ട് വാങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പോട്ട് ഓർഡർ കൊടുത്തതിന് ശേഷമുള്ള ദിവസത്തെ വീഡിയോ. അപ്പോൾ ആ പോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റൊക്കെ ഒന്ന് റെഡി ആയിട്ട് വെക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മണി പ്ലാന്റ് എടുത്തിട്ട് മുറിച്ചിട്ട് ഗ്ലാസ്സിലിട്ട് വെക്കാം. ആ പോട്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു വേരൊക്കെ വരുമായിരിക്കും എന്നുള്ള കരുതിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗിൽ ആ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പോൾ അതിന് ശേഷം പോകാൻ ഇറങ്ങുന്നുണ്ടായിരുന്നു. വേഗം ഇസ്തിരി ഇടാനൊക്കെ ഇസ്തിരി ഇട്ട് കൊടുത്തു. ഈ ചൂട് സമയത്ത് ഇസ്തിരി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. എങ്ങനെയൊക്കെയോ ഇസ്തിരി ഇട്ടു. പിന്നെ അതിന് ശേഷം നാസ്തിക്കൊക്കെ വെച്ച് പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ പുറത്ത് ഇറങ്ങിയതാണ്. നമ്മുടെ വെണ്ടച്ചെടിയിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും ആരും വറുക്കാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ വെറുതെ അത് മോശമായിപ്പോവും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇത് മുറിച്ചെടുത്തേക്കാം, എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ആക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. വെറുതെ ചെടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് മൂത്ത് നശിച്ചു പോകണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് നാസ്ത കഴിച്ചിട്ടോ. ഈ സമയത്ത് മോൻ എണീച്ചിട്ടുണ്ടായിട്ടില്ല. മോൻ ഉറങ്ങി, നല്ല ഉറക്കമാണ്. ഇപ്പോൾ ആൾ രാത്രി ഒരു 2 മണിയൊക്കെ ആവും ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. ഉച്ചയ്ക്ക് ഉറങ്ങാറും ഇല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ പണികളും ചെയ്ത് തീർക്കാൻ നോക്കും. അപ്പോൾ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം അടിച്ചുവാരനും തുടക്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മ അടിച്ചുവാരി, ഞാൻ തുടച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മിനി പൊടി തട്ടൽ എന്ന് പറയില്ലേ, അതുപോലെ ചെയ്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ടൊരു വൃത്തിയാക്കിയിട്ടുണ്ടായിനെ. എന്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്നാലും ഒരു ചെറിയൊരു പൊടി തട്ടൽ നമ്മൾ എന്തായാലും എങ്ങനെ ചെയ്താലും നമുക്ക് എവിടെയെങ്കിലുമായിട്ട് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പിന്നെയും അതുപോലെ പൊടിയെല്ലാം ആക്കിയിട്ടുണ്ടാകും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പ കുറച്ച് പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആപ്പാരെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഒക്കെ മുറിച്ച് തിന്നാൻ കൊടുത്തു മോനിക്ക്. പിന്നെ കുറച്ച് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ പുറത്തുനിന്ന് വന്നപാട് ഉപ്പാക്ക് കുറച്ച് വെള്ളമാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ മറ്റേ ഒരു ജ്യൂസ് അടിക്കേണ്ട പൾപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോമ്പിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, എപ്പോഴെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും അറിയാമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പേരക്കാര ഫ്ലേവർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലേവറിൽ കുടിക്കുന്നത് ജ്യൂസൊക്കെ. അപ്പം ഒരു ഏകദേശം ഓക്കെ ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് വലിയ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നല്ല കളറാണ് കേട്ടോ. നല്ല സ്ട്രോബെറി ജ്യൂസിൻ്റെ ഒക്കെ ഒരു കളറ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കുടിച്ചു. കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പണി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഉച്ചക്കത്തെ പണിയൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപാട് ഞങ്ങൾ വേഗം ഉച്ചക്കത്തെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് കഞ്ഞിയും ചമ്മന്തിയും പിന്നെ എന്തെങ്കിലും പൊരിച്ചതാക്കാമെന്നാണ് ആദ്യമേ പ്ലാൻ ഉണ്ടായത്. പിന്നെ ആക്കി വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയി. പിന്നെ ഇത് മാങ്ങയും നമ്മുടെ തേങ്ങയും കൂടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഉമ്മാമ്മ മറ്റേ കായ് വറുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് ചെമ്മീൻ തലയാണ് കേട്ടോ. എനിക്ക് ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ പൊരിച്ചാൽ, ചെമ്മീൻ തല പൊരിച്ചാൽ. പിന്നെ ഇത് ഉണക്ക ചെമ്മീൻ കഴുകി വെച്ചതാണ്. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചമ്മന്തി ആക്കാൻ വേണ്ടി, ഉണക്കചെമ്മീൻ ചമ്മന്തി. അപ്പം എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിക്ക് ഇത് മാത്രം മതി, മൊത്തം എല്ലാവരും കാലിയാക്കിക്കോളും. ഞാൻ ഇതിൻ്റെ റെസിപ്പി പണ്ടല്ല, കുറച്ച് നാൾ മുന്നേ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി. മാങ്ങയും തേങ്ങയും പച്ചമുളകും, പിന്നെ ഒരു പച്ചമുളക് എടുത്തപ്പോൾ ഒരു മുളക് അതിലത്തെ ചുവപ്പുണ്ടായിരുന്നു, അതാണ് ചുവന്നിട്ട് കാണുന്നത്. അതും പിന്നെ നമ്മുടെ ഉണക്ക ചമ്മന്തിയും ഉപ്പും കൂടി ഇട്ടിട്ട്, ഉണക്ക ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി ആക്കിയിട്ടെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേന്ന് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ചമ്മന്തിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം പപ്പടമൊക്കെ പൊരിച്ച് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോനും ഒന്ന് പിന്നെ ഉപ്പാരുടെ കൂടെ അയച്ചതിന് ശേഷം നമ്മുടെ വേറൊരു പരിപാടി, നോമ്പിൻ്റെ തയ്യാറെടുപ്പ്. അപ്പം കായട റോള്, പിന്നെ കട്ട്ലേറ്റായിട്ട് കുറച്ചൊരു 10-20 എണ്ണം നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് ഒപ്പിക്കണ്ടേ, എപ്പോഴെങ്കിലും നന്ന കഴിയാണ്ട് വെക്കുമ്പോൾ നമുക്കെടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രോസൺ കടികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോൺ വെജല്ലേ, ഇറച്ചിയും ചിക്കൻ മസാലയൊക്കെ അല്ലേ. അപ്പം വെജിലൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വെജിൻ്റെ ഫാൻസ് കുറച്ചുണ്ട്. അതുപോലെ തന്നെ മോനിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കി വെക്കാമെന്ന് വിചാരിച്ചു, സമൂസ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും നമ്മുടെ ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. അതുപോലെ തന്നെ ഉള്ളി, നമ്മുടെ മസാലയൊക്കെ വെക്കാറില്ലേ, അതുപോലെ തന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ ജീരകം, മല്ലിയില, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലിട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കലാണ്. ഇങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയ സമയം നോക്കിയിട്ട് ഉമ്മ ഇവിടെ അടുപ്പത്ത് ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്നിട്ടിട്ട് മിക്സാക്കി ഉടച്ചെടുക്കണം. പിന്നെ ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളെല്ലാം. ഈ സമയത്ത് ഞാൻ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഏകദേശം ഒതുക്കിയിട്ട് വരുമ്പോഴത്തേക്കും മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനിക്ക് കഞ്ഞി കൊടുത്തു. പിന്നെ ഓരോരോ ദിവസം ഓരോരോ മൂഡുണ്ട്. ചില സമയം ചോറ് കഴിക്കും, ചില സമയം പറയും കഞ്ഞി വേണം, അങ്ങനെ. അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് അവനക്ക് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ കഞ്ഞി കൊടുത്തു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. നമ്മൾ നല്ല ഉണക്ക ചെമ്മീനും ചമ്മന്തിയും കായവറവും മോരുകറിയും ഇതൊക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ പറിച്ചിട്ടുണ്ടായിട്ടില്ലേ 2 വെണ്ടക്ക, അത് വേഗം കൊണ്ടുപോയിട്ട് മോരുകറി ആക്കിയിട്ടാണ്. വേറെ വെണ്ടക്ക ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ 2 എണ്ണം മാത്രം ഇതിന് അങ്ങനെ വെച്ചേക്കുന്ന വെച്ചിട്ട് വേഗം മോരുകറി ആക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ലഞ്ച്. ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ക്ലീനിങ് പണി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അടുത്ത പരിപാടി, മസാല റെഡി ആയിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ അതിന് സമൂസ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. സമൂസ ലീഫൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഞാനും ഉമ്മയും കൂടി ഒരു ചടപടാന്നുണ്ട് കൂട്ടിയെടുത്തിട്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ജ്യൂസ് അടിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ പെട്ടെന്ന് എന്താ പറയുക കൂട്ടിയെടുത്തുട്ടാ. നമ്മൾ പിന്നെ ഇതേപോലെ തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അത് കോട്ടുന്നതും ഫില്ലിങ്ങും ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ലാസ്റ്റ് എല്ലാം റെഡി ആയതിന് ശേഷം ഇതൊന്ന് താവക്കത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ. അത് ഉമ്മാക്ക് നിർബന്ധമാണ്. ഇതിങ്ങനെ എടുത്തില്ലെങ്കിൽ ഉമ്മാക്കൊരു കിഷൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.